എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടുന്നതിനും അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ നാളെ പോയിട്ട് അതായത് ടെമ്പററി അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും നിലവിൽ ലഭിച്ച സീറ്റ് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം ഒന്നും ചെയ്യാതിരുന്നാൽ നിലവിൽ ലഭിച്ച ആ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പോയിട്ട് നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന സ്പോട്ട് അഡ്മിഷനിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അല്ലെങ്കിൽ നാലാമത്തെയോ മറ്റേതെങ്കിലും ഒരു ഓപ്ഷനാണ് കിട്ടുന്നത്, ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് ആ ഒരു പുതുതായിട്ട് അതായത് നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് നിങ്ങൾക്ക് സ്ഥിരപ്രവേശനം നേടാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അഡ്മിഷൻ എടുക്കാം. അതായത് ആ ഒരു കോഴ്സിൽ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കാം. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ 1, 2, 3, 4 ഓപ്ഷനുകളെ പരിഗണിക്കും. അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനുകൾ ആണ് പരിഗണിക്കുക. ഇനി അതേസമയം നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ താല്പര്യമുണ്ട്, എന്നാലും ഹയർ ഓപ്ഷനിൽ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള അതായത് ആ ഒരു ഹയർ ഓപ്ഷൻ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പോയിട്ട് അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക. അതായത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുക്കുകയും അതിനുശേഷം കോളേജിൽ പോയിട്ട് ആ ഒരു ഏതെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ പോയാൽ മതി. അപ്പോൾ അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്കത് വെരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ടെമ്പററി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ഓപ്ഷനിൽ പോയിട്ട് നിർബന്ധമായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്ത ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ അതായത് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 10ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 10ാം തീയതി വരെ ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് ഈ ഒരു 10ാം തീയതി നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് പാർഷ്യൽ ക്യാൻസലേഷൻ ഓർ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷനുകളെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതായത് പാർഷ്യലി റിമൂവ് ചെയ്ത് കൊടുക്കാം. പാർഷ്യലി റിമൂവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക. അതായത് 10ാമത്തെ ഓപ്ഷനാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് 9ഉം 8ഉം അതുപോലെ തന്നെ 3ഉം ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിനെ മാത്രം റിമൂവ് ചെയ്യാം. അതായത് സെലക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷനുകളെ മാത്രം റിമൂവ് ചെയ്യുന്നതിനെയാണ് പാർഷ്യൽ ക്യാൻസലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ 1ാമത്തെ ഓപ്ഷനെ പോയിട്ട് 1ാമതായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. 3ാമത്തേതിനെ 2ാമതായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. 2ാമത്തേതിനെ 4ാമതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. 3ാമത്തേതിന് 5ാമതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 5ാമത്തേതിനെ വേണമെങ്കിൽ 2ാമതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഈ ഒരു റീ അറേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ആക്റ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ഉണ്ട്. അതുവഴി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്ന ഓപ്ഷനുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ ഓപ്ഷനാണ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ